ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യയിൽ ഭാരതത്തിൽ പ്രതിഷേധം കനക്കുന്നു. ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയതിനെതിരെ ഡൽഹിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് VHE പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കൊൽക്കത്തയിലും ശക്തമായ പ്രതിഷേധം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ബംഗ്ലാദേശിലുടനീളം ഹൈന്ദവ വിരുദ്ധ കലാപമാണ് നടക്കുന്നത്. അത്രത്തോളം സംഘർഷഭരിതമാണ്, അതിക്രമങ്ങളാണ് നടമാടുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഭാരതത്തിൽ ഉടനീളം നടക്കുന്നത്, അല്ലേ? സുരേഷ്, ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗത്തെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി ഇപ്പോൾ പിന്തുടർന്നു പോരുന്നുണ്ട് അവിടുത്തെ ഇസ്ലാമിക ഭീകരർ. ഇതിനെതിരെ രാജ്യമാസകലം ഈ ബംഗ്ലാദേശിലും ഇതിനോടകം തന്നെ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇന്ത്യയിൽ അതിശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ. ഇപ്പോൾ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. സുരേഷ്, ഓർക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യനെ മതനിന്ദ ആരോപിച്ച് അയാളുടെ കൂട്ടുകാർ ചേർന്ന് പോലീസിന്റെ മുന്നിൽ വെച്ച് ഈ മുസ്ലിം അക്രമകാരികൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. ഒടുവിൽ അവർക്കൊപ്പം ചേർന്ന് നടുത്തെരുവിലിട്ട് തെരുവ് നായയെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലുന്നു. ഒടുവിൽ ആ മൃതശരീരം പരസ്യമായി നടു റോഡിലുണ്ടായിരുന്ന ഒരു മരത്തിൽ കെട്ടിത്തൂക്കി അവിടെ ഇട്ട് കത്തിച്ചു കളയുന്നു. പക്ക മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതഭ്രാന്ത് കയറി ചെയ്ത ഈ അക്രമ പ്രവൃത്തി ലോകമെങ്ങും തന്നെ അപലപിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് വഴിമാറുകയാണ്. കൊൽക്കത്തയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇതിപ്പോൾ ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്കുള്ള മാർച്ചിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവരൊക്കെ ഇത് എന്ത് തരത്തിലുള്ള മതമാണ് ഇവരെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇവർ ഏത് മതഗ്രന്ഥം പഠിച്ചിട്ടാണ് ഈ രീതിയിൽ പച്ച ജീവനെ, ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് നടു റോഡിൽ മരത്തിൽ കെട്ടിത്തൂക്കി കത്തിക്കുന്നത് എന്നുള്ളതാണ് സംശയം ഉയർത്തുന്നത്. ഏത് തരത്തിലുള്ള മതമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതും വല്ലാത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലും സമാനമായ രീതിയിൽ ആശങ്ക പടർന്നു പിടിക്കുകയാണ്. ബംഗാളിലൊക്കെ തന്നെ ബംഗ്ലാദേശികളെ സംശയത്തോടുകൂടി കാണുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ശ്രീകാന്ത്, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇങ്ങനെ പ്രതിഷേധം അലയടിക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ മൗനം, നമ്മുടെ സിനിമാ താരങ്ങളുടെ മൗനം. എന്തിനും ഏതിനും ഇത്തരം സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ വലിയ വായിൽ പ്രസംഗിക്കുന്ന ചില സാംസ്കാരിക പ്രവർത്തകരുടെ മൗനം, ഇതൊക്കെയും ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണല്ലേ? മനുഷ്യത്വം തൊട്ടു തീണ്ടാത്തവർ എന്ന് വേണം ഇവരെ വിളിക്കേണ്ടത്. കാരണം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തൃണമൂൽ കോൺഗ്രസോ കമാന്നൊരക്ഷരം മിണ്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് ഇരു കൂട്ടർക്കും കിട്ടേണ്ടതുണ്ട്. കേരളത്തിൽ ഗസയെക്കുറിച്ച് കണ്ണീരൊഴുക്കിയ സിനിമാക്കാരുണ്ട്. അവരുടെ ഈ നിശബ്ദതയാണ് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. കാരണം ഒരു മനുഷ്യൻ, ഒന്ന് ആലോചിക്കേണ്ടത്, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ മതനിന്ദ ആരോപിക്കുന്നു. ആ മനുഷ്യന് മുകളിൽ അയാൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യൻ മതനിന്ദ ആരോപിക്കുന്നു. പോലീസ് അയാളെ കൊണ്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ പോലീസ് ഈ ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ ദിബു ചന്ദ്രദാസ് എന്ന മനുഷ്യനെ കൊലപ്പെടുത്താൻ അയാളുടെ കൂട്ടുകാരടക്കം വട്ടം കൂടി നിന്ന്. ഒരു കാര്യം ആലോചിക്കേണ്ടത് സുരേഷ്, നമുക്കൊപ്പമുള്ള ആളുകളെ പോലും നമുക്ക് സംശയത്തോടെ കാണേണ്ട ഒരു സാഹചര്യമാണ്. കാരണം മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവരൊക്കെ ഒറ്റക്കെട്ടായി മാറുകയാണ്. ഇയാളുടെ കൂട്ടുകാരാണ് ഇയാളെ പിടികൂടി മറ്റ് ഇസ്ലാമിക ഭീകരർക്കൊപ്പം ചേർന്ന് തല്ലിക്കൊല്ലാൻ കൂടെ നിന്നത് എന്ന് പറയുമ്പോൾ ഈ ഒപ്പം നിൽക്കുന്നവർ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്നായി മാറുന്ന കാഴ്ച, അത് ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ്. അങ്ങനെ തല്ലിക്കൊല്ലുന്നു. ശേഷം 10,000-കണക്കിന് ആളുകൾ കൂടുന്നു, ഒരു മരത്തിലേക്ക് കെട്ടിത്തൂക്കിയിടുന്നു, കഴുത്തിൽ കുരുക്കിട്ട് വിവസ്ത്രനാക്കി ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിടുന്നു. ഒടുവിൽ ആ പച്ചയായ മനുഷ്യനെ അവിടെ ആളുകൾ കൂടി നിൽക്കെ തീ കൊളുത്തി കൊലപ്പെടുത്തുകയാണ്. തീ കൊളുത്തി ആ മൃതശരീരം കത്തിച്ചു കളയുകയാണ്.
ഇത് എന്തൊരു പ്രാകൃതമായ മനുഷ്യരാണെന്ന് നമുക്ക് ചിന്തിച്ചു പോവുകയാണ്. ഇവരേത് മതമാണ് ഇവരെ ഇത് പഠിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഇവരുടെ മതഗ്രന്ഥം ഇത്ര ഹീനമായോ എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടും മൗനമായിരിക്കുന്ന ആളുകളെ ഓർത്ത് പരിതപിക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് നിലവിലിപ്പോൾ ബംഗ്ലാദേശിൽ ജീവനും കയ്യിൽ പിടിച്ച് ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന ഭീതിയോടുകൂടി കഴിയുന്നത്. ജാഗ്രതയോടെ ഇരിക്കുക മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഇങ്ങനെ ഈ കലാപകലുഷിതമാകുന്ന ബംഗ്ലാദേശ് സംഘർഷഭരിതമാകുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഹൈന്ദവ ഭവനങ്ങളെ തേടിപ്പിടിച്ചാക്രമിക്കുന്നു. ഹൈന്ദവ വിശ്വാസ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളടക്കം തകർക്കുന്നു. എത്രത്തോളം ജാഗ്രതയാണ് ഭാരത സർക്കാർ ഈ സ്ഥിതികളെ നോക്കിക്കാണുന്നത്, വീക്ഷിക്കുന്നത്? നിലവിലിപ്പോൾ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനെ അപലപിച്ചിട്ടുണ്ട് ഭാരതം. ഈ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട നടക്കുന്നതിനെ അപലപിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ഹിന്ദു വിഭാഗത്തിൻ്റെയും ബുദ്ധമത വിഭാഗത്തിൻ്റെയും ഒക്കെ സുരക്ഷ കണക്കിലെടുത്ത് അവർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് അവിടെ നടക്കുന്നത് ഭരണകൂട നിയന്ത്രിതമായ കൊലപാതകമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള അഴിഞ്ഞാട്ടം അവിടെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലുമുണ്ട് ജമാഅത്തെ ഇസ്ലാമി. നിലവിൽ ഭരണം കയ്യിലില്ലാത്തതുകൊണ്ട്, അധികാരം കയ്യിലില്ലാത്തതുകൊണ്ട് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, ഇവർ ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണമാകും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരൊക്കെ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളെ ഏത് രീതിയിലായിരിക്കും കൊലപ്പെടുത്താൻ പോകുന്നത് എന്നതാണ് ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അതിശക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം സർസംഘ് ചാലക് മോഹൻ ഭാഗവത് ഈ വിഷയത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അതായത് മുസ്ലിം മതമൗലികവാദികൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് വന്നാൽ, അധികാരം കയ്യിലെടുത്താൽ അവിടുത്തെ ഹിന്ദുക്കളുടെ നിലനിൽപ്പ് അപകടത്തിലാകും. നിങ്ങൾ മതനിന്ദ, ശൂന്യതയിൽ നിന്നും മതനിന്ദ ആരോപിക്കപ്പെടും. നിങ്ങളെ നടുത്തെരുവിൽ തെരുവ് പട്ടിയെപ്പോലെ വേട്ടയാടും, നടുത്തെരുവിൽ കെട്ടിത്തൂക്കിയിട്ട് കത്തിക്കും എന്നതിൻ്റെ സൂചനയാണ് ബംഗ്ലാദേശ് നൽകുന്നത്. അപകടകരമായ അവസ്ഥയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. സുരേഷ്, സർദിനെയാണ് ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യയിൽ ഭാരതത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയതിനെതിരെ ഡൽഹിയിലും കൊൽക്കത്തയിലും അടക്കം വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും പ്രതിപക്ഷം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും നമ്മുടെ സാംസ്കാരിക നായകരും ചലച്ചിത്ര മേഖലയിലെ പലരും മൗനം ദീക്ഷിക്കുകയാണ്. ഈ മൗനം വലിയ അപകടമാണ് എന്നതാണ് യാഥാർത്ഥ്യം. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് നൽകിയത്.